Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ആണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 3 മുട്ട ഞാൻ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് അതിങ്ങനെ ചെറിയ പീസുകളായിട്ട് പൊടി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതോടെ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതെല്ലാം നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് പൊടികളെല്ലാം ലോ ഫ്ലെയിമിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ മാത്രമാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ പൊടികൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മസാല ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ പുളിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് മുട്ട നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ചൊടിയോട് കൂടിയിട്ടുള്ള ചോറിനൊപ്പം കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.